നമസ്കാരം. പിണറായി വിജയൻ്റെ മകൾ വീണ വിജയനെ തേടി ഇ.ഡി. ഉദ്യോഗസ്ഥർ തിരുവനന്തപുരത്തെത്തിയപ്പോൾ, പിണറായി വിജയൻ്റെ വസതിയിലെത്തിയപ്പോൾ അവർക്ക് നേരെയുണ്ടായ ആക്രമണങ്ങൾ പ്രേക്ഷകർക്കെല്ലാം ഓർമ്മയുണ്ടാകും. അത് സംബന്ധിച്ചുള്ള വിധികൾ ഇന്ന് വരാനിരിക്കുന്നേ ഉള്ളൂ. സംബന്ധിച്ചുള്ള വിധി ശിക്ഷാവിധിയല്ല. അതിൽ കുറേ പ്രതികൾ ഇപ്പോൾ അഴിക്കുള്ളിൽ കിടപ്പുണ്ട്. അവരുടെ ജാമ്യം സംബന്ധിച്ചുള്ള വിധി ഇന്ന് കോടതി പുറപ്പെടുവിക്കാനിരിക്കുന്നേ ഉള്ളൂ. ഈ പശ്ചാത്തലത്തിൽ മറ്റൊരു കാര്യം പല മാധ്യമങ്ങളും മറന്നുപോയൊരു വിവരമുണ്ട്. ഇവിടെ ജന്മഭൂമി പോലുള്ള മാധ്യമങ്ങൾ ആ വിഷയമൊന്ന് പരാമർശിച്ച് പോയിട്ടുണ്ട്. അത്യാവശ്യം വ്യക്തതയോടുകൂടി തന്നെ പരാമർശിച്ചിട്ടുമുണ്ട്. എന്നാൽ മുഖ്യധാരാ മാധ്യമങ്ങളെല്ലാം മറന്നുപോയൊരു വസ്തുതയുണ്ട്. ആ ഇ.ഡി. ഉദ്യോഗസ്ഥന്മാർ സഞ്ചരിച്ചിരുന്നത് ഒരു വാടക വാഹനത്തിലാണ്. അങ്ങനെയാണ് കേന്ദ്ര ഏജൻസികളുടെ ഒരു സ്വാഭാവികമായ പ്രവർത്തന രീതി. മറ്റ് സംസ്ഥാനങ്ങളിൽ അവരുടെ ആസ്ഥാനമുള്ള അല്ലെങ്കിൽ അവരുടെ കാര്യാലയമുള്ള സംസ്ഥാനങ്ങൾക്ക് വെളിയിലേക്ക് അവർ പോയാൽ ഒരുപക്ഷെ ആ ആസ്ഥാനമുള്ള സ്ഥലത്ത് തന്നെയായാലും അവരുടെ സഞ്ചാരങ്ങൾക്ക് അവർ പലപ്പോഴും വാടക വാഹനങ്ങൾ ഉപയോഗിക്കാറുണ്ട്. പ്രേക്ഷകർ കണ്ടിട്ടുണ്ടാവും ഓൺ ഡ്യൂട്ടി ഫോർ VSSC അല്ലെങ്കിൽ ഓൺ ഡ്യൂട്ടി ഫോർ ED, എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് അല്ലെങ്കിൽ കസ്റ്റംസ് എന്നുള്ള വാഹനങ്ങൾ, സ്വകാര്യ വാഹനങ്ങൾ, ടാക്സികൾ തന്നെ നിരത്തുകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കുന്നത്. അത്തരത്തിലുള്ളൊരു വാഹനത്തിലാണ് അവർ പിണറായി വിജയൻ്റെ വീട്ടിൽ വീണ വിജയനെയും വീണ വിജയനെ സംബന്ധിച്ചുള്ള ഈ CMRL എക്സാലോജി കേസിലെ എന്തെങ്കിലും രേഖകൾ ലഭിക്കുമോ എന്നുള്ള പരിശോധനയ്ക്കായി റെയ്ഡിനായി എത്തിയത്. അവർക്ക് നേരെ ആക്രമണങ്ങൾ ഉണ്ടായപ്പോൾ, മുട്ടകൾ എറിയപ്പെട്ടപ്പോൾ, വലിയ ചുടുകട്ടകൾ എറിയപ്പെട്ടപ്പോൾ തകർന്നത് ശ്യാംരാജ് എന്ന വ്യക്തിയുടെ ഒരു കാറാണ്. ദൃശ്യങ്ങൾ പ്രേക്ഷകർ കണ്ടിട്ടുണ്ടാവും. അടിച്ച് തകർക്കപ്പെട്ട മുന്നിലെ ചില്ലും പിന്നിലെ ചില്ലും എല്ലാം അടിച്ച് തകർക്കപ്പെട്ട ശ്യാംരാജ് CITUവിൻ്റെ ഓട്ടോ ടാക്സി യൂണിയൻ പ്രസിഡൻറ്റ് കൂടിയാണ്. അത് കൃത്യമായിട്ട് പ്രേക്ഷകർ ഓർത്ത് വയ്ക്കണം. CITUവിൻ്റെ ഓട്ടോ ടാക്സി യൂണിയൻ പ്രസിഡൻറ്റ്. ഒരിക്കൽ കൂടി ആവർത്തിച്ച് പറഞ്ഞത് CITU എന്നുള്ള വാക്ക് പ്രേക്ഷകർ ഓർത്തിരിക്കാനാണ്. കാരണം കമ്മ്യൂണിസ്റ്റുകാരനാണ് ശ്യാംരാജ്. ആ വിവരം പുറത്തു വന്നതിനെ തുടർന്ന് കമ്മ്യൂണിസ്റ്റ് നേതാക്കളൊക്കെ ആകെ ഒരു അങ്കലാപ്പിലായി. ഉടൻ തന്നെ എല്ലാവരും 4 ഭാഗത്തു നിന്നും പാഞ്ഞെത്തി ശ്യാംരാജിനെ ആശ്വസിപ്പിക്കുന്നു. ഈ വണ്ടി ഞങ്ങൾ ശരിയാക്കി കൊടുക്കുന്നത് ഞങ്ങളുടെ ധാർമ്മിക ഉത്തരവാദിത്തമാണ്, പ്രതിഷേധത്തിനിടയിൽ പറ്റിപ്പോയതാണ്, ഞങ്ങൾ കൈവിടില്ല, ഞങ്ങൾ തകർക്കും, പൊളിക്കും, ആടിക്കും, കിടുക്കും, കടുക് പെറുക്കും എന്നൊക്കെ പ്രഖ്യാപനങ്ങൾ കൂലങ്കുഷമായി ചിന്തിച്ച് എന്നുള്ള രീതിയിൽ തന്നെ നടത്തി. ഞങ്ങൾ പാർട്ടിയിൽ എന്തോ പോളിറ്റ് ബ്യൂറോ കൂടി തീരുമാനിച്ചതാണ് ഇക്കാര്യം എന്നുള്ള രീതിയിൽ തന്നെ സഗൗരവം മാധ്യമങ്ങളുടെ മുമ്പിൽ അവർ അവതരിപ്പിച്ചിരുന്നു. എന്നാൽ ശ്യാംരാജ് ഇപ്പോൾ പറയുന്നത് അന്ന് ഇവരെല്ലാം വിളിച്ചതല്ലാതെ ഏതാണ്ട് 1,18,000 രൂപ ശ്യാംരാജിൻ്റെ കയ്യിൽ നിന്ന് ചിലവായി വണ്ടി നന്നാക്കിയെടുക്കുവാൻ. ഇപ്പോഴും വണ്ടി വർക്ക്ഷോപ്പിൽ തന്നെ കിടക്കുകയാണ്. കാരണം ശ്യാംരാജിൻ്റെ കയ്യിൽ ആ വണ്ടി നന്നാക്കി ഇറക്കുമ്പോൾ കൊടുക്കുവാനുള്ള പണമില്ല. പണമിറക്കാതെ വർക്ക്ഷോപ്പുകാർ ചെയ്ത ജോലിക്ക് കൂലി കിട്ടാതെ അവർ വണ്ടി വിട്ടുകൊടുക്കില്ലല്ലോ. എന്നാൽ കമ്മ്യൂണിസ്റ്റുകാരും ഇപ്പോൾ വിളിക്കുന്നില്ല, അദ്ദേഹത്തിൻ്റെ വിളികളോട് പ്രതികരിക്കുന്നതുമില്ല. നേതാക്കളെല്ലാം കാണാമറയത്താണ്. അണികൾക്ക് പിന്നെ പണമില്ലല്ലോ കയ്യിൽ. പണമില്ലാത്ത അണികൾ സ്വയം പോയി കെണിയിൽ വീഴുമെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവുകൾ പുഷ്പനെ പോലുള്ളവർ നമ്മുടെ ചരിത്രത്തിലുണ്ട്. നമ്മുടെ കൺമുമ്പിൽ തന്നെ ജീവിച്ച് മരിച്ചു പോയ തെളിവുകളായി ഉണ്ട്. അത് മറ്റൊരു വിഷയം. ഇനി ശ്യാംരാജിലേക്ക് തിരിച്ചു വന്നാൽ, ശ്യാംരാജ് CITUകാരനാണ്. CITUകാരനായിട്ടുള്ള, അതും പ്രത്യേകിച്ച് ഓട്ടോ ടാക്സി യൂണിയൻ പ്രസിഡൻ്റായിട്ടുള്ള ശ്യാംരാജിന് നേതാക്കന്മാരെ വിളിക്കുക, അവരുമായി സംസാരിക്കുക എന്നുള്ളത് പുതുമയുള്ള കാര്യമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ സാധാരണ നിലയിലുള്ള കോളുകൾ വലിയ തിരക്കുകളിലൊന്നും അല്ലെങ്കിൽ നേതാക്കൾ ആരെങ്കിലും, അദ്ദേഹത്തിന് പരിചയമുള്ള ഉന്നതരായ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ, CITU നേതാക്കളെല്ലാം എടുക്കേണ്ടതുമാണ് അദ്ദേഹത്തിൻ്റെ കോൾ. കാരണം വിളിക്കുന്നത് ഒരു അവരുടെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തന്നെ ഭാഗമായിട്ടുള്ളൊരു തൊഴിലാളി യൂണിയൻ്റെ സ്റ്റേറ്റ് പ്രസിഡൻ്റാണ്. ഇനി ശ്യാംരാജിൻ്റെ വണ്ടിക്ക് മാത്രമല്ല പ്രശ്നം ഉണ്ടായിട്ടുള്ളത്. കാറിൻ്റെ ചില്ല് ഈ കല്ലെറിഞ്ഞ് പൊട്ടിച്ചപ്പോൾ ചില്ല് ചിതറിത്തെറിച്ച് അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ വീണ് കണ്ണുകൾക്കും പരിക്കേറ്റിട്ടുണ്ട്. അടിസ്ഥാനപരമായിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു ജീവനോപാധി നശിപ്പിക്കുക മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തിന് തന്നെ സാരമായ തകരാറ് സംഭവിക്കുന്ന രീതിയിലുള്ള ആക്രമണമാണ് അന്ന് കമ്മ്യൂണിസ്റ്റ് ഗുണ്ടകൾ അവിടെ അഴിച്ചുവിട്ടത് ED ഉദ്യോഗസ്ഥന്മാരെ ആക്രമിക്കുന്നതിനിടെ. ശ്യാംരാജ് എന്ന് പറയുന്നത് ഒരു കൊളാട്രൽ ഡാമേജാണ്. അവർക്ക് ശ്യാംരാജ് ആരാണെന്നറിയില്ല, ശ്യാംരാജിനെ ആക്രമിക്കണം എന്നുള്ളൊരു ചിന്തയേ ഉണ്ടായിരുന്നില്ല. അത് ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ ആക്രമണത്തിൽ പെട്ടുപോയ ശ്യാംരാജിൻ്റെ ജീവനോപാധി തകർന്നു. ജീവിതമാർഗം കുറേയൊക്കെ തടയിടപ്പെട്ട ഒരവസ്ഥയിലാണ് ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത്. കാരണം കണ്ണിന് പരിക്കേറ്റിരിക്കുന്നു, വണ്ടി പുറത്തിറക്കാൻ നിവൃത്തിയില്ല.
നിവൃത്തിയില്ലാതെ കൂലിപ്പണിക്ക് പോവുകയാണ് അദ്ദേഹം. CITU അംഗമായതുകൊണ്ട് കൂലിപ്പണിക്ക് പോകാൻ പ്രത്യേകിച്ച് പാസ്സൊന്നും വേണ്ടി വരില്ല എന്നുള്ളത് മാത്രമായിരിക്കണം ശ്യാംരാജിനെ സംബന്ധിച്ച് ഏക ആശ്വാസം. ശ്യാംരാജിനെ പോലുള്ള വ്യക്തികൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഉണ്ടാകുന്നത് ഇത് നടാടെയല്ല, ആദ്യത്തെ സംഭവമല്ല. പുഷ്പനും ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു ശ്യാംരാജാണ്. മഹാരാജാസിലെ അഭിമന്യുവും ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു ശ്യാംരാജാണ്. ആവശ്യമുള്ളപ്പോൾ കൃത്യമായി ഉപയോഗിച്ച് ഒടുവിൽ ആ ഉപയോഗം അവസാനിക്കുമ്പോൾ, അവരെ കൊണ്ടുള്ള പ്രയോജനങ്ങൾ ഇല്ലാതാകുമ്പോൾ, അല്ലെങ്കിൽ അവർ ഇവരുടെ ആശയങ്ങളുടെയോ അല്ലെങ്കിൽ ഇവരുടെ അക്രമത്തിൻ്റെയോ, അല്ലെങ്കിൽ ഇവർ അക്രമങ്ങൾ നടത്തുമല്ലോ, പൊതുവെ അക്രമങ്ങൾ അഴിച്ചുവിട്ട് നാട്ടിലൊരു അരാജകത്വം പടർത്തുമല്ല, ആ അക്രമങ്ങളുടെ ഒരു മറുവശത്തോ ഇവർ പെട്ടുപോയാൽ പിന്നെ ഇവർ പാർട്ടിയുടെ ആളുകളല്ല, പാർട്ടിയുടെ ശത്രുക്കളാണ്, അല്ലെങ്കിൽ പാർട്ടിക്കൊരു ഇൻകൺവീനിയൻസ് ആണ്, ഇവർ ഒരു ബുദ്ധിമുട്ടാണ്. ശ്യാംരാജ് ഇപ്പോൾ പാർട്ടിക്ക് വലിയൊരു ബുദ്ധിമുട്ടായി മാറിയിരിക്കുകയാണ്. കാരണം പാർട്ടിയുടെ കയ്യിൽ ശ്യാംരാജിന് കൊടുക്കുവാൻ പണം ഇല്ലയോ എന്ന് ചോദിച്ചാൽ 1,18,000 രൂപ അല്ലെങ്കിൽ 80,000 രൂപ, എന്തിന് 11 ലക്ഷം രൂപ, 1 കോടി രൂപ പോലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചൊരു തുകയേ അല്ല. ആഫ്റ്റർ ഓൾ ഇറ്റ്സ് പീനട്ട്സ് എന്ന് നമ്മുടെ സെക്രട്ടറി അപ്പം ഗോവിന്ദൻ അറിയാവുന്ന ഇംഗ്ലീഷിൽ പറഞ്ഞാലും പറഞ്ഞു എന്ന് വരാം. അത്തരത്തിലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സാമ്പത്തിക ഭദ്രത. എന്നാൽ പോലും ശ്യാംരാജിനെ ഇവർ തിരിഞ്ഞു നോക്കാത്തത് എന്തുകൊണ്ടാണ്? ഒരുപക്ഷെ ശ്യാംരാജിനെ ഇവർ തിരിഞ്ഞു നോക്കി ഏതെങ്കിലും തരത്തിലുള്ള വാർത്തയായി അത് പുറത്തു വന്നാൽ ED വിഷയത്തിലെ കേസ് സംബന്ധിച്ചുള്ള വിവരങ്ങളാകുമത്, അല്ലെങ്കിൽ മാധ്യമ ശ്രദ്ധ വീണ്ടും ഈ വിഷയത്തിലേക്ക് തിരിയും. ഇപ്പോൾ മറ്റ് പല പ്രശ്നങ്ങൾ, ഊരാളുങ്കൽ സൊസൈറ്റി, UDF തമ്മിൽ തല്ല്, അഴിമതി, വിഴിഞ്ഞം അദാനി വിദേശത്ത് നിന്ന് ഫണ്ട് വാങ്ങുമോ? വിദേശത്ത് നിന്ന് ഫണ്ട് വാങ്ങാൻ പാതിരിമാർക്ക് മാത്രമേ അനുവാദമുള്ളൂ. അത് സത്യം പറഞ്ഞാൽ ഒരു വിഷയമാണ്. ഇപ്പോൾ ഇത് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ തോന്നിയൊരു വിഷയമാണ്. ആ വിഷയം സംബന്ധിച്ച് നമുക്കൊരു വിശകലനം എടുക്കാം എന്ന് തോന്നുന്നു. പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളിലൂടെ പറയുക, വേണമോ വേണ്ടയോ എന്നുള്ളത്. വിഷയത്തിലേക്ക് തിരിച്ചു വന്നാൽ, നമ്മുടെ പ്രധാനപ്പെട്ട വിഷയത്തിലേക്ക് തിരികെ വന്നാൽ, ശ്യാംരാജ് ഞാൻ പറഞ്ഞല്ലോ പുഷ്പനാണ്, അഭിമന്യുവാണ്. അല്ലെങ്കിൽ പുഷ്പനും അഭിമന്യുവും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ കൊടുക്കേണ്ട വിലകളിൽ മാത്രം വ്യത്യസ്തത നേരിട്ട ശ്യാംരാജുമാരാണ്. ശ്യാംരാജിനൊരു കാറ് 1,18,000 80,000 കയ്യിൽ നിന്ന് ചിലവായി. കണ്ണുകൾക്ക് ചെറിയ പരിക്ക് പറ്റി. പുഷ്പന് ജീവിതകാലം മുഴുവൻ കിടന്ന് നരകിക്കുവാനുള്ള അനുഗ്രഹം പാർട്ടിയായിട്ട് തന്നെ നൽകി. അഭിമന്യു ആ പാർട്ടിയിൽ തുടരുന്നത് കൊണ്ട് മാത്രം ഒരുപക്ഷെ കൊല്ലപ്പെടുന്നതിന് കുറച്ച് നാൾ മുമ്പ് ഒരു തിരിച്ചറിവുണ്ടായതുകൊണ്ട് മാത്രം ജിഹാദികൾ RSSകാരുടെ പേര് പറഞ്ഞ് ഹിന്ദുക്കൾക്കിട്ട് പണിയുന്നുണ്ട് എന്നാണ് തോന്നുന്നത് എന്നൊരു സംശയം പ്രകടിപ്പിച്ചതിൻ്റെ പേരിൽ കൂടി നെഞ്ചിൽ കത്തികയറി വലിയ വില കൊടുക്കേണ്ടി വന്ന ഒരു ശ്യാംരാജാണ്. ശ്യാംരാജിന് എന്തായാലും ജീവൻ നഷ്ടപ്പെട്ടില്ലല്ലോ എന്ന് സ്വയം ആശ്വസിച്ച് മിണ്ടാതിരിക്കുകയാണ് ഏറ്റവും അഭികാമ്യമായ മാർഗം എന്നാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. കാരണം ഇനി ഇതൊരു പരാതിയായി ശ്യാംരാജ് ഉന്നയിച്ചാൽ ശ്യാംരാജിന് നേരെ ഉണ്ടാകുവാൻ പോകുന്നത് സമാനതകളില്ലാത്തൊരാക്രമണമായിരിക്കും. അടിസ്ഥാനപരമായിട്ട് ആക്രമണങ്ങളുടെ എല്ലാം പിന്നിലുള്ള സന്ദേശം വളരെ വ്യക്തമായിരിക്കും. ഒരിക്കലും പരസ്യമായി അവരത് പറയില്ലെങ്കിലും, ഞങ്ങൾ വല്ലതും തന്നാൽ അത് വാങ്ങി നക്കിക്കൊണ്ട് അവിടെ നിശബ്ദനായിരുന്നു കൊള്ളണം. അടിക്കാൻ പറയുമ്പോൾ അടിക്കാനും അടങ്ങാൻ പറയുമ്പോൾ അടങ്ങാനുമുള്ളതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അണികൾ. അതിനപ്പുറത്തേക്കോ ഇപ്പുറത്തേക്കോ പോയാൽ ഉത്തമ പാർട്ടിയിലെ ബുദ്ധിജീവികളെ ചോദ്യം ചെയ്യരുത്, അങ്ങനെ ചോദ്യം ചെയ്തവരെ പാർട്ടി മുൻപും മര്യാദ പഠിപ്പിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു സന്ദേശമാണ് ഇനി ഉണ്ടാകുവാൻ പോകുന്നത്. ശ്യാംരാജ് ഈ വിഷയത്തെ സംബന്ധിച്ച് കൂടുതൽ പരാതികളുമായി രംഗത്ത് വന്നാൽ എന്തായാലും ശ്യാംരാജിനോട് സഹതപിക്കുക മാത്രമേ നമുക്ക് ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ. കാരണം ശ്യാംരാജിനെ നാം സഹായിക്കാൻ പോയാലും അതിൽ നിന്നും പാർട്ടി ഫണ്ടിലേക്ക് കൈയിട്ട് വരുവാനായിട്ട് അവർ വരും. നമ്മുടെ പണം എന്തിനാണ് വെറുതെ ഈ അന്തം കമ്മികൾക്ക് പുട്ടടിക്കാൻ കൊടുക്കുന്നത് എന്നുള്ള ഒരു ചിന്ത സാമാന്യ ജനങ്ങൾക്ക് വന്നാലും വന്നു. അതുകൊണ്ട് തന്നെ ശ്യാംരാജിന് സഹായങ്ങൾ ലഭിക്കുവാനും ബുദ്ധിമുട്ടായിരിക്കും. അല്ലെങ്കിൽ അദ്ദേഹം കൃത്യമായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അനീതിയെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ തുറന്നു പറഞ്ഞ് അവർക്കെതിരായി തന്നെ പൊതുമണ്ഡലത്തിലേക്ക് ഇറങ്ങണം. അപ്പോൾ ജനങ്ങളുടെ മനസ്സിലൊരു വിശ്വാസം ഉണ്ടാവും, പോട്ടെ നമ്മൾ എന്തെങ്കിലും ഒരു സഹായം ഈ വ്യക്തിക്ക് ചെയ്തു കൊടുത്താൽ, ഈ മനുഷ്യന് ചെയ്തു കൊടുത്താൽ ആ സഹായത്തിൽ നിന്ന് 1 രൂപ പോലും അനർഹരായ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് പോകില്ല എന്നുള്ള കാര്യത്തിൽ ജനങ്ങൾക്ക് കുറേയെങ്കിലും ഒരു ഉറപ്പുണ്ടാകും. അങ്ങനെ ഒരു രീതിയും ശ്യാംരാജിന് ചിന്തിക്കാവുന്നതാണ്. അത് ശ്യാംരാജിൻ്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യം. പക്ഷേ ശ്യാംരാജിൻ്റെ കാറ്, ശ്യാംരാജിൻ്റെ 2 കണ്ണുകൾ, ED ഉദ്യോഗസ്ഥന്മാർക്ക് നേരെയുണ്ടായ ആക്രമണങ്ങൾ,
അവ ആസൂത്രിതമായിരുന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും മുതിർന്ന നേതാക്കളുടെ പ്രേരണയാൽ ഉണ്ടായ അല്ലെങ്കിൽ പൊട്ടിപ്പുറപ്പെട്ട ഒരു അക്രമമായിരുന്നോ എന്നുള്ളതെല്ലാം അന്വേഷണ സംഘങ്ങളാണ് ഇനി തെളിയിക്കേണ്ടത്. എന്തായാലും ഇ ഡി ഉൾപ്പെടെയുള്ളവർ ഈ കേസിനെ വളരെ ഗൗരവത്തോടു കൂടി തന്നെയാണ് കാണുന്നത്. അവർ ആ കേസിൻ്റെ പിന്നാലെ തന്നെയുണ്ട്. കോടതിയിൽ ഇ ഡി കക്ഷി ചേർന്നതും ഈ കേസ് സംബന്ധിയായിട്ടുള്ള വാദപ്രതിവാദങ്ങളിൽ ഇ ഡി ഒരു കക്ഷിയായി ചേർന്നത് തന്നെ വലിയൊരു നീക്കമാണ്. ഇ ഡിയെ സംബന്ധിച്ച് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിലൊന്നും അവർ പലപ്പോഴും പശ്ചിമ ബംഗാളിൽ ഇതിലും വലിയ ആക്രമണങ്ങളുണ്ടായി. ഇപ്പോൾ കേസ് നടക്കുന്നതിൽ ഇ ഡി ഉദ്യോഗസ്ഥന്മാർ സാക്ഷി പറയുവാനെത്തുന്നു എന്നുള്ളതിനപ്പുറം അവർ ഈ കേസിൽ പങ്കാളികളെയല്ല. പല കേസുകളിലും ചില കേസുകളിലാണ്. കാരണം ഈ റെയ്ഡുകൾ സംബന്ധിച്ച് അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള അന്വേഷണങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയേ മതിയാകൂ എന്നുള്ള ചില ഘട്ടങ്ങളിൽ അല്ലെങ്കിൽ ചില ഘടകങ്ങളെ സംബന്ധിച്ച് ചില വ്യക്തികളെ സംബന്ധിച്ച് ഇ ഡി ആ കേസുകൾ സ്വയം കക്ഷി ചേർന്നിട്ടുണ്ട്, കോടതിയിൽ അപേക്ഷ സമർപ്പിച്ച്. കേരളത്തിൽ യാതൊരു ആലോചനയുമില്ലാതെ ഒന്ന് ചിന്തിക്കുക പോലും ചെയ്യാതെ എന്നുള്ള രീതിയിലാണ് ഇ ഡി ഞങ്ങൾക്കും ഈ കേസിൽ കക്ഷി ചേരണം, ഞങ്ങളുടെ വാദവും ഞങ്ങളുടെ പക്ഷവും കേൾക്കണമെന്നുള്ള അപേക്ഷ കോടതിയിൽ സമർപ്പിക്കുകയും ന്യായമായൊരു അപേക്ഷയായതുകൊണ്ട് കോടതി അത് അംഗീകരിക്കുകയും ചെയ്തു. വരും ദിവസങ്ങളിൽ ഈ കുറ്റവാളികൾ ഏതൊക്കെ തരത്തിൽ ശിക്ഷിക്കപ്പെടും എന്നുള്ളതിനും അപ്പുറം നമ്മുടെ ചിന്തകളിൽ വരുവാൻ പോകുന്നത് ഈ കുറ്റവാളികൾക്ക് പിന്നിൽ ആരായിരുന്നു, അവരെ പ്രകോപിതരാക്കി അല്ലെങ്കിൽ അവർക്ക് സംജ്ഞ നൽകി. ഇപ്പോൾ തന്നെ പോലീസിൻ്റെ റിപ്പോർട്ടിൽ ഇ ഡിയുടെ വാദങ്ങളിലും അത് പറയുന്നുണ്ട്. മുതിർന്ന നേതാക്കൾ സിഗ്നൽ കൊടുത്താണ് ഈ അണികളെ കൊണ്ട് അവരെ ആക്രമിപ്പിച്ചത് എന്ന്. അതിൻ്റെ പിന്നിലുള്ള വസ്തുതയും അന്വേഷിച്ച് പുറത്തു കൊണ്ടുവരേണ്ട വസ്തുതയാണ്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ കൂടുതൽ ഉദ്വേഗജനകമായ തലങ്ങളിലേക്ക് ഇ ഡിയും കെ ഡികളും തമ്മിലുള്ള കേസുകൾ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ കെ ഡികളും തമ്മിലുള്ള വാഗ്വാദങ്ങൾ, വഴക്കുകളെല്ലാം വികസിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. ആ വികാസമുണ്ടാകുന്ന തരുണത്തിൽ തത്വമയി ന്യൂസും വിശകലനങ്ങളുമായി പ്രേക്ഷകരുടെ മുമ്പിലുണ്ടാകും. അപ്പോൾ ഈ വിഷയത്തെ സംബന്ധിച്ച് പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളിലൂടെ ഞങ്ങളുമായി പങ്കുവയ്ക്കുക. വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി ഷെയർ ചെയ്യുക. ഒപ്പം തത്വമയി ന്യൂസിൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക. അപ്പോൾ സംവാദങ്ങൾ തുടരട്ടെ. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.